വളരെ പ്രബുദ്ധമായ ഒരു സദസ്സാണ്. 2 ദിവസമായി കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അപൂർവമായ ഒരു സംവാദ പരിസരത്തിലാണ് നിങ്ങൾ ജീവിച്ചത്. EMSനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മുടെ ഇന്നത്തെ കേരളം, നാളത്തെ കേരളം, അതിനുവേണ്ട വിഭവങ്ങൾ ഒരുക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയലോകം, തിസിസ്, ആന്റിതിസിസ് ആൻഡ് ദെൻ സിന്തസിസ് എന്നൊരു ശാസ്ത്രീയ പദ്ധതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അഭിപ്രായങ്ങളെ ഭയക്കാറില്ല. ഒരു അഭിപ്രായം ഉണ്ടാകുന്നു, അതിനൊരു എതിരഭിപ്രായം ഉണ്ടാകുന്നു, ആന്റിതിസിസ് ഉണ്ടാകുന്നു. അത് രണ്ടും ചേർന്നൊരു സിന്തസിസ്, ഒരു പുതിയ ആശയ സംഹിത രൂപപ്പെടുന്നു. മാർക്സ് അർത്ഥപൂർണമായി പറഞ്ഞത് മാറ്റത്തിന് മാത്രം മാറ്റമില്ല, മാറ്റം തുടർന്നുകൊണ്ടിരിക്കും. ഡയലക്റ്റിക്സ് ഉപയോഗിച്ച് പുതിയ കാലത്തിനനുസൃതമായി മാർക്സിസ്റ്റ് സമീപനങ്ങളെ നവീകരിക്കണമെങ്കിൽ ഇങ്ങനെ ചിന്തയുള്ളവർ, ഇടതുപക്ഷ മനോഭാവമുള്ളവർ, പുരോഗമനോത്സുകർ ഒരുമിച്ചിരിക്കുകയും നമ്മുടെ കാലത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഒടുവിൽ തോമസ് ഐസക് പറഞ്ഞത് EMS അവസാനം സംഘടിപ്പിച്ച ചർച്ച അതായിരുന്നു. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായും പിന്നീട് ഇന്ന് നവകേരളം എന്ന് നമ്മൾ പറയുന്ന കേരള സൃഷ്ടിക്ക് വേണ്ടി EMSന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന എത്രയെത്രയോ പ്രബന്ധങ്ങൾ, ആയിരക്കണക്കിന് പ്രബന്ധങ്ങളാണ് അതിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതായിരുന്നു EMS. 20ാം നൂറ്റാണ്ട് ലോകത്തിന് നൽകിയ ചിന്താവിസ്മയത്തിന്റെയും ദാർശനിക വിപ്ലവത്തിന്റെയും പ്രായോഗിക രാഷ്ട്രീയ പ്രതിബദ്ധതയുടെയും വിശ്വമാതൃകയായിരുന്നു EMS. വിശ്വപൗരനായിരുന്നു, യുഗസ്രഷ്ടാവായിരുന്നു. 1909 ജനിച്ച് 98 മരിച്ചു. 89 വർഷം കാലത്തിന്റെ മുഖാകൃതി മാറ്റിയ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യമോചന രണഭൂമികളിൽ ഉണർന്നിരുന്ന ചിന്തയുടെ ധീരതയാണ്. EMS മരിച്ചപ്പോൾ ഞാനൊരു കവിത എഴുതി. ഞാൻ 2 രാഷ്ട്രീയ നേതാക്കൾ മരിച്ചപ്പോൾ മാത്രമാണ് കവിത എഴുതിയത്. അത് എന്റെ മഹത്വമായിട്ടല്ല, എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലാതെ എഴുതിപ്പോയതാണ്. ഒന്ന് EMS മരിച്ചപ്പോഴും മറ്റൊന്ന് നായനാർ മരിച്ചപ്പോഴും. EMS മരിച്ചപ്പോഴുള്ള കവിത ദേശാഭിമാനി വാരികയിലും, നായനാർ മരിച്ചപ്പോൾ ആ കവിത ദേശാഭിമാനി വാരാന്ത പതിപ്പിലുമാണ് അച്ചടിച്ചു വന്നത്. EMS എന്നായിരുന്നു EMSനെ കുറിച്ചുള്ള കവിതയുടെ പേര്, നായനാർ എന്നായിരുന്നു നായനാരെ കുറിച്ചുള്ള കവിതയുടെ പേര്. ഒരു മാറ്റത്തിന് വേണ്ടി ഞാൻ ആ കവിത ഒന്ന് ചൊല്ലി നോക്കാം. EMSനെ കുറിച്ചുള്ള, ഒരുപക്ഷെ നിങ്ങൾ വായിച്ചതായിരിക്കും, നേരത്തെ 1-2 തവണ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. EMS: പ്രഭുതൻ സൗഖ്യമെല്ലാം ഉപേക്ഷിച്ച് പുതിയ കാലത്തെ ബുദ്ധനായി തീർന്നവൻ, പതിതവർഗ മഹാമോചനത്തിന്റെ ബലിനിലങ്ങളിൽ വാക്കായി ജ്വലിച്ചവൻ, യുഗചരിത്രമീ മനുഷ്യന്റെ മരണമില്ലാത്ത സ്നേഹപ്രവാചകൻ, പണിയമാടങ്ങൾ, പട്ടിണിക്കൂരകൾ, കരളു കത്തിച്ചു കാത്ത കനൽ തരി. പ്രിയ സഖാവേ, തിരിച്ചറിയുന്നു നീ രുധിരശോണ നക്ഷത്രമാകുന്നതായി ഒരു മഹാവർഗ സഞ്ചയം നിന്നിലൂടൊരു മനുഷ്യനെപ്പോലെ ശബ്ദിപ്പതായി. ഒരു മഹാവർഗ സഞ്ചയം നിന്നിലൂടൊരു മനുഷ്യനെപ്പോലെ ശബ്ദിപ്പതായി. മഷിയുണങ്ങാത്ത പേന, മനീഷിതൻ നിശിതമാം നിലപാടുകൾ, വിപ്ലവജ്വലനമായി വിശ്വചക്രവാളങ്ങളിൽ കൊടിയുയർത്തുന്ന ചിന്തതൻ ധീരത. ഒടുവിലത്തെ പോരാളി വീഴും വരെ സമരവർഗ ചരിത്രത്തിലുണ്ട് നീ. അണയുകില്ല സഖാവേ വിശ്വസ്നേഹ ബലിനിലങ്ങളിൽ വീണൊരീ തീപ്പൊരി. ആ തീപ്പൊരിയായി ഉണർന്നിരുന്ന ജ്വാലയാണ് ഇന്നും കെടാതെ 20ാം നൂറ്റാണ്ടിന്റെ സമസ്ത മണ്ഡലങ്ങളിലും ഉണർന്നിരുന്ന പോരാളിയാണ്.
ഇടതുപക്ഷത്തേക്ക്, വർഗപക്ഷത്തേക്ക് ജ്ഞാനവിജ്ഞാന ചലനങ്ങളെ വലിച്ചടുപ്പിച്ചു. അദ്ദേഹം നല്ല എഴുത്തുകാരനായിരുന്നു. 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്. നേരത്തെ തോമസ് ഐസക് സൂചിപ്പിച്ച കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നത് കേരളത്തിന്റെ വരും കാലത്തിന്റെ മാനിഫെസ്റ്റോ ആയി ഉണ്ടായ പുസ്തകമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യ കേരളം രൂപീകരിക്കപ്പെടുന്നത് തന്നെ. 1921 കുറിച്ചുള്ള വിശകലനവും താക്കീതും ആയിട്ടുള്ളൊരു പഠനമുണ്ട്. 21 മലബാർ കലാപത്തെക്കുറിച്ച് ഏറ്റവും വസ്തുനിഷ്ഠമായി എഴുതപ്പെട്ട പഠനമാണ്. EMSന്റെ സാംസ്കാരിക ലേഖനങ്ങൾ പാവങ്ങൾ എന്ന കൃതിയുടെ 100ാമത്തെ വർഷമാണ്. പാവങ്ങളാണ് കേരളത്തിലെ പുരോഗമന സാംസ്കാരിക ചിന്തയ്ക്ക് വിത്തിട്ടത് എന്ന് കേരളത്തിൽ ആദ്യമായി പറഞ്ഞതും എഴുതിയതും EMS ആണ്. നാലപ്പാടന്റെ പരിഭാഷയെക്കുറിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ ആ ലേഖനം വായിക്കുന്നതിന്റെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്താണ്. കേരളത്തിലെ എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ നാടക ചലനങ്ങളുടെയും കൂടെ 20ാം നൂറ്റാണ്ടിനെ മനുഷ്യന്റെ നൂറ്റാണ്ടാക്കി തീർത്തത് EMS അടക്കമുള്ള കുറെ ആളുകളുടെ നിതാന്ത ജാഗ്രതയാണ്. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും, അതിനു മുമ്പ് പൊയ്കയിലപ്പച്ചനും, അതിനു മുമ്പ് അയ്യാ വൈകുണ്ഠനും, തൈക്കാട്ടയ്യാവും തൊട്ട് വീട്ടി ഭട്ടതിരിപ്പാട് വരെയുള്ള നവോത്ഥാന നായകന്മാർ സൃഷ്ടിച്ച സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഒരു ചലനത്തെ രാഷ്ട്രീയമാക്കി മാറ്റാൻ ഉണർന്നിരുന്നു എന്നതാണ് EMS ചെയ്ത ഏറ്റവും വലിയ സേവനം. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണമെന്ന് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകത്തിൽ എഴുതുന്നത് ആത്മീയ ഭാഷയിലുള്ള ഒരു വർഗ സമത്വബോധമാണ്. 2 വർഗമില്ല, ഒരു വർഗമേ ഉള്ളൂ. വർഗരഹിത മനുഷ്യ സമൂഹത്തെ സ്പിരിച്വലായിട്ട് ഗുരു വ്യാഖ്യാനിച്ചതിനെ രാഷ്ട്രീയമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത് EMS ആണ്. EMS അവരെ എല്ലാം പഠിച്ചു. വീട്ടിയുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്. വീട്ടിയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട നാടകം അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എടക്കുഞ്ഞി ഇല്ലത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നണിയിൽ പ്രോംപ്റ്റ് ചെയ്തത് EMS ആണ്. EMSന് സംസാരിക്കുമ്പോൾ കുറച്ച് വിക്കുണ്ടായിരുന്ന ആളാണ്. എന്നിട്ടും ആ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ പ്രോംപ്റ്റ് ചെയ്തത് EMS ആണ്. ആ നാടകം കഴിഞ്ഞ് ഉണ്ടായ ആവേശത്തെക്കുറിച്ച് ആത്മകഥയിൽ EMS എഴുതിയിട്ടുണ്ട്. അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങൾ കുറെ പുരുഷന്മാർ പൂണുനൂല് പൊട്ടിച്ച് വിപ്ലവകാരികളായി, കുറെ സ്ത്രീകൾ ഘോഷ ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊട്ടിച്ച് മോചിതരുമായി ആ നാടകത്തിലൂടെ. എന്നാൽ പൂണൂല് പൊട്ടിച്ച ഞങ്ങളൊക്കെ പിന്നീട് അത് സൗകര്യപൂർവ്വം എടുത്തുകൊണ്ട് നടന്നു. ഇന്ന് വീട്ടിലിരിക്കുമ്പോൾ പൂണൂല് ഇടാത്ത ഒരു നമ്പൂതിരിയെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഘോഷ ബഹിഷ്കരിച്ച് മറക്കുട തല്ലിപ്പൊട്ടിച്ച് പുറത്തു കടന്ന സ്ത്രീകൾ ആരും തന്നെ ഘോഷയിലേക്കും മറക്കുടയിലേക്കും തിരിച്ചു പോയില്ല എന്നതാണ് വീട്ടിൽ നടത്തിയ വിപ്ലവത്തിൽ ഉണ്ടായ ഏറ്റവും മാറ്റം. ഇത് EMS ആണ് നിരീക്ഷിച്ചത്. ഇപ്പോഴും സത്യമല്ലേ? ഇപ്പോഴും അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ സ്ത്രീകൾ തിരിച്ചു പോയില്ല. വീട്ടിയുടെ വിപ്ലവം, അതിനുശേഷം MRBയുടെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, നമ്പൂതിരി ബില്ലിന് വേണ്ടി കൊച്ചി നിയമസഭയിൽ പാർവതി നെന്മിനിമംഗലം വാദിച്ചത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന MRBയുടെ നാടകം സഭയ്ക്ക് പുറത്ത് കാണിച്ചിട്ടാണ്. EMS ആണ് അതിനെ നിയോഗിക്കുന്നത്. പാർവതി നെന്മിനി മംഗലത്തെ, ആര്യ പള്ളത്തെ, ദേവകി നെരിക്കാട്ടിരിയെ, ഇത്തരം സ്ത്രീകളെ സാമൂഹ്യ പരിവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ EMS അടക്കം വീട്ടിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. MRBയോടും പ്രേംജിയോടും വീട്ടിയോടും ഒപ്പം ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രവർത്തകനായിരുന്നു വീട്ടി. സാമുദായിക പരിഷ്കരണ പ്രവർത്തനത്തിലൂടെയാണ് EMS വന്നത്. ഓങ്ങല്ലൂർ പ്രഭാഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. സാമുദായിക പരിഷ്കരണ പ്രവർത്തനം അവസാനിപ്പിച്ച് EMS രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്പൂതിരി യുവാക്കളോട് പറഞ്ഞത്, പത്തായം പെറും ചക്കി കുത്തും ഉണ്ണി ഉണ്ണുമെന്ന് കരുതി ഇനി ഒരു നമ്പൂതിരി യുവാവും പണിയെടുക്കാതിരിക്കേണ്ട, പട്ടിണി കിടക്കേണ്ടി വരും. പുതിയ ജോലി ചെയ്യാൻ അന്തപ്പുരങ്ങൾ വിട്ട്, അറപ്പുരകൾ വിട്ട് പുറത്തിറങ്ങിക്കോളാൻ ഓങ്ങല്ലൂരിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം ചരിത്രപ്രസിദ്ധമായ പ്രസംഗമാണ്. ഇങ്ങനെ EMS നിലനിർത്തിയ ജാഗ്രതയാണ് 20ാം നൂറ്റാണ്ടിലെ കേരളത്തെ ഒരു ലോക മാതൃകയാക്കിയത്. ഈ നാടകത്തിന്റെ തുടക്കക്കാരൻ EMS ആണ്. 37 EMSും കെ ദാമോദരനും ചേർന്നാണ് തൃശ്ശൂരിൽ ആദ്യത്തെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. 37 മീറ്റിംഗ്. എഴുത്തുകാരെ നിങ്ങൾ ആരുടെ ചേരിയിലെന്ന് മാക്സിം ഗോർക്കി വിളിച്ചു ചോദിച്ചതിന്റെ ഭാഗമായി പ്രേംചന്ദിനെ പോലുള്ള എഴുത്തുകാർ ഇന്ത്യയിൽ പുരോഗമന സാഹിത്യ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ PWA ഉണ്ടായതിന്റെ തുടർച്ചയായിട്ട്
കേരളത്തിലെ എഴുത്തുകാരെ സംഘടിപ്പിക്കുന്നത് EMS മുൻകൈ എടുത്തിട്ടാണ്, കെ ദാമോദരന് മുൻകൈ എടുത്തിട്ടാണ്. അതാണ് പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘമായിട്ട് മാറിയത്. ആ കാലത്ത് കേരളത്തിലെ എല്ലാ മേഖലയെയും മതനിരപേക്ഷമായ മാനുഷികതയിലേക്ക് നയിക്കുന്നതിൽ EMS കാണിച്ച ജാഗ്രത, അതാണ് ഇപ്പൊ നേരത്തെ നന്ദേട്ടൻ പറഞ്ഞൊരു കാര്യം. ആരെന്ത് സാമൂഹ്യ വിരുദ്ധമായ ഒരു കാര്യം എവിടെ ചെയ്തോ അതിനെ അപ്പോൾ തിരുത്താൻ EMS ഉണ്ടായിരുന്നു. EMS പല കാര്യങ്ങളിൽ ഇടപെട്ടത് അങ്ങനെയാണ്. ശരീഅത്ത് വിവാദം 2ഉം കെട്ടും 4ഉം കെട്ടും EMSന്റെ മോളയും കെട്ടും എന്നൊക്കെ ഇവിടെ മുദ്രാവാക്യം വിളിച്ച കാലത്ത് ശരീഅത്ത് വാസ്തവത്തിൽ മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിട്ട് EMS നടത്തിയൊരു ശ്രമമാണെന്ന് പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി. EMSനെ പോലെ മലബാറിലെ മുസ്ലിം സമൂഹത്തെ സ്നേഹിച്ചൊരു മനുഷ്യനുണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 21 കലാപകാലത്ത് മലബാർ വാർ നൈഫ്സ് ആക്ട്, മാപ്പിള ഔട്ട്റേജസ് ആക്ട്, കെട്ടി ജലീലിനൊക്കെ അറിയാം, അദ്ദേഹം അതിനെ കുറിച്ച് പഠനം നടത്തിയ ആളാണ്. മലബാർ വാർ നൈഫ്സ് ആക്ട്, മാപ്പിള ഔട്ട്റേജസ് ആക്ട്, അത് പ്രകാരം മാപ്പിളയുടെ വീട്ടിൽ കറിക്കത്തി കണ്ടാലും ഒരു മുസ്ലിമിനെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പുണ്ട്. ആ നിയമം 1957 EMS മന്ത്രിസഭ EMS മുൻകൈ എടുത്താണ് ആ 2 കരി നിയമങ്ങൾ പിൻവലിച്ചത്. മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ നേരെ വലിയ ആയുധമായി നിന്നിരുന്ന അത് പിൻവലിച്ചത് EMS ആണ്. പള്ളി നിർമ്മിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, മുസ്ലിം പള്ളി നിർമ്മിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് മലബാറിൽ. അന്ന് മദ്രാശിയാണ് തലസ്ഥാനം. കാമരാജ നാടാരുടെ അടുത്ത് പലതവണ നിവേദനവുമായിട്ട് പെരിന്തൽമണ്ണയിൽ ഒരു പള്ളി തുടങ്ങാൻ പറ്റാതെ പോയത് EMSന്റെ മന്ത്രിസഭയാണ്. ഇപ്പോഴും അതിനെ EMS പള്ളി എന്നാണ് വിളിക്കുന്നത്. EMSന്റെ മന്ത്രിസഭയാണ്. മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു ജില്ല ഉണ്ടാക്കി കൊടുത്തു എന്ന ചീത്തപ്പേര് ഇന്നും EMS കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ മുസ്ലിം സമുദായത്തെ, ക്രൈസ്തവ സമുദായത്തെ ഒക്കെ മനുഷ്യരായി കണ്ടുകൊണ്ട് അവരുടെ പരിമിതികളെ ഉല്ലംഘിക്കുന്ന വിധത്തിൽ വിദ്യാഭ്യാസ നയത്തിൽ, വിദ്യാഭ്യാസ ബില്ല്, മുണ്ടശ്ശേരി മാഷ്ടെ വിദ്യാഭ്യാസ ബില്ലുണ്ടാക്കിയ വിപ്ലവം ചെറുതല്ലല്ലോ. 57 ആ ഗവൺമെന്റ് ഉണ്ടാക്കിയ പല ചലനങ്ങളുമാണ് 2025 വരെയുള്ള മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇന്നും പിന്തുടരുന്നത്. 2025 കോവിഡ് കാലത്തും അടിസ്ഥാന മനുഷ്യപക്ഷത്ത് നിൽക്കാൻ ഒരു ഗവൺമെന്റ് ലോകത്താകെ ഉണ്ടായത്, കേരളത്തിൽ മാത്രമായത് ആ ഇടതുപക്ഷ രാഷ്ട്രീയം ഇവിടെ ശക്തിപ്പെട്ടു നിന്നതുകൊണ്ടാണ്. അതിന്റെ കാവൽക്കാരനായിരുന്നു EMSന്റെ സാഹിത്യാവബോധം, EMSന്റെ സാഹിത്യ ലേഖനങ്ങൾ നിർബന്ധമായി നിങ്ങൾ വായിക്കേണ്ടതാണ്. ആശാന്റെ ദുരവസ്ഥയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പഠനമുണ്ട്. ആശാനെ കുറിച്ച്, വള്ളത്തോളിനെ കുറിച്ച്, ഈ പറയുന്ന നാലപ്പാട്ട് നാരായണമേനോനെ കുറിച്ച്, ഏറ്റവും ഒടുവിൽ PK പോക്കൂരും KN കുഞ്ഞഹമ്മദ് എഴുതിയ പുസ്തകത്തെക്കുറിച്ച് വരെ വിമർശനാത്മകമായും ഒക്കെ അദ്ദേഹം എഴുതും. അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഈ ജാഗ്രത ഉണ്ടായിരുന്നു. എനിക്കൊരു ഓർമ്മയുള്ളത്, ഞാൻ കുറച്ചു കാലം കഥാപ്രസംഗകനായി നാട് ചുറ്റിയ ഒരാളാണ്. അപ്പൊ ഞാൻ പുരോഗമന കഥാപ്രസംഗ കലാസംഘടനയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. എൻ്റെ 22-23 വയസ്സ് കാലത്ത്. അന്ന് സാംബശിവനാണ് പ്രസിഡന്റ്. സാംബശിവന്റെ കഥാപ്രസംഗത്തിന്റെ രജത ജൂബിലി ആഘോഷം നടന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. EMS ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. EMSന്റെ ആദ്യത്തെ വാചകം എങ്ങനെയാണ്: ഞാനും സാംബശിവനും തമ്മിൽ കാണും. മിക്കപ്പോഴും ഞാൻ ഇറങ്ങുമ്പോൾ സാംബശിവൻ കയറുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കയറുമ്പോൾ സാംബശിവൻ ഇറങ്ങുകയായിരിക്കും. അങ്ങനെയാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, അല്ലെ? മിക്കവാറും കഥാപ്രസംഗകർ കഥ പറഞ്ഞു കൂട്ടിയ ആളുകളോട്, പാട്ടുകാർ പാട്ടുപാടി കൂട്ടിയ ആളുകളോട്, നാടകക്കാർ നാടകം കളിച്ചു കൂട്ടിയ ആളുകളോടാണ് രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയം പറഞ്ഞത്. എനിക്കിപ്പോഴും പരസ്യത്തൊന്നൊരു തമാശ. കോഴിക്കോട്ടൊക്കെ മാനാഞ്ചിറയിൽ EMSും AKGയും ഒക്കെ പ്രസംഗിക്കാൻ വരുമ്പോൾ കോഴിക്കോട് അബ്ദുൽ ഖാദറും ബാബുരാജും മച്ചാട്ട് കൃഷ്ണനും മച്ചാട്ട് വാസന്തിയും ഒക്കെ പാട്ടുപാടും. ഓരോ പാട്ട് പാടിക്കഴിഞ്ഞാൽ അനൗൺസർ പറയും, ഇനി നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കും, ആരും പിരിഞ്ഞു പോകരുത്, പ്രസംഗങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ബാബുക്കായും ഖാദർക്കായും വാസന്തിച്ചയും പാട്ടുപാടുന്നതായിരിക്കും. അങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അപ്പുറത്തിപ്പുറത്തും തേങ്ങ ഇട്ടിട്ടാണ് നടുക്ക് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ഈ ജാഗ്രത ഏറ്റവും ആഴത്തിൽ തിരിച്ചറിഞ്ഞൊരു നേതാവായിരുന്നു EMS. ഏറ്റവും കൂടുതൽ കലാകാരന്മാരെ തിരിച്ചറിഞ്ഞ ആളാണ്, എഴുത്തുകാരെ തിരിച്ചറിഞ്ഞ ആളാണ്. ഇപ്പൊ സാംബശിവൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയത്തെയാണ്. കഥാപ്രസംഗവും നാടകവുമാണ്. 29 എടക്കുനിയിലത്ത് വീട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന അടുക്കള നാടകം കഴിഞ്ഞ് പാട്ടബാക്കി 37 ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സംഭാവനയാണെന്ന് നമ്പൂതിരിപ്പാട് തന്നെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അന്ന് കൊരഞ്ഞൂരിൽ പൊന്നാനി താലൂക്ക് കർഷക സംഘത്തിന്റെ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാട്ടബാക്കി എഴുതാൻ നിർദ്ദേശിക്കുന്നത് EMS ആണ്. ഇപ്പോൾ നന്ദേട്ടന്റെ നേതൃത്വത്തിൽ കോതമുക്കിൽ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ പാട്ടബാക്കി വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പാട്ടബാക്കി അടക്കമുള്ള രാഷ്ട്രീയ നാടകങ്ങൾ, കഥാപ്രസംഗമൊക്കെ ചെയ്ത ജോലി ചെറുതല്ല. 924 ആദ്യത്തെ കഥാപ്രസംഗം. സത്യദേവനാണ് ആ കഥ പറഞ്ഞത്. അദ്ദേഹം
ശ്രീരാമചരിതവും മാർക്കാണ്ഡേയ ചരിതവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളെ. അദ്ദേഹത്തോട് ഈ ശ്രീരാമചരിതം കേട്ട് സഹോദരൻ അയ്യപ്പൻ ചോദിച്ചു, ഈ കാലത്ത് ഈ പുരാണ കഥ പറഞ്ഞിട്ട് നാട്ടുകാർക്ക് എന്താണ് പ്രയോജനം? 1924 ചോദിക്കുന്നത്. ഈ ജനങ്ങളോട് പുരാണം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ പ്രതിഭ ചോദിച്ചു താങ്കൾ കുമാരനാശാൻ എഴുതിയ ചണ്ടാല ഭിക്ഷുകി അവതരിപ്പിക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് അത് മാറില്ലേ? അങ്ങനെയാണ് ജാതി വ്യവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമായിട്ട് കഥാപ്രസംഗം ചണ്ടാല ഭിക്ഷുകി അവതരിപ്പിച്ച് തുടങ്ങുന്നത്. നോക്കൂ, അന്ന് ശ്രീരാമചരിതം മാറ്റിവെച്ചിട്ടാണ് ചണ്ടാല ഭിക്ഷുകി എടുത്തത്. 101 വർഷം കഴിഞ്ഞ് 2025 കേരളത്തിൽ ശ്രീരാമചരിതം എല്ലാ നിലയ്ക്കും എടുത്തു വെച്ച് ചണ്ടാല ഭിക്ഷുകിയെ മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത് EMS പോലുള്ള ജാഗ്രതയുള്ള ആളുകളുടെ അഭാവമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഈ ജാഗ്രതയാണ് ഇടതുപക്ഷ ജാഗ്രത. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, മന്ത്രവാദം കഴിഞ്ഞിട്ട് ഈ ദുർമൂർത്തികളൊക്കെ ഒഴിപ്പിച്ചാൽ 41 ദിവസം കാവൽ നിൽക്കണം. ശ്രദ്ധ തെറ്റിയാൽ ഈ ദുർമൂർത്തികളൊക്കെ തിരിച്ചു വരും. ഇപ്പൊ നമ്മൾ കുറെ ദുർമൂർത്തികളൊക്കെ ഒഴിപ്പിച്ചു നമ്മുടെ പല സമരങ്ങൾ കൊണ്ട്. പക്ഷെ കാവൽ വേണ്ടത്ര ശരിയാവാത്തത് കൊണ്ട് സച്ചിദാനന്ദ ഭാഷ എഴുതിയതുപോലെ ഏറുന്നു വീണ്ടും നമ്മൾ ഒഴിച്ച പിശാചുക്കൾ കാവിയിൽ കറുപ്പിൽ ആത്മാക്കൾക്ക് വിലപേശി. കേരളത്തിൽ നടന്നു നോക്കിയാൽ എല്ലാ ഉടൻകൊല്ലി വൈദ്യന്മാരുടെ ജ്യോതിഷ കാര്യാലയങ്ങളും മഷിനോട്ടക്കാരും കുട്ടിച്ചാത്തൻ സേവക്കാരും വർദ്ധിച്ചു വരികയാണ്. പ്രബുദ്ധ കേരളത്തിൽ ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ കുട്ടിച്ചാത്തന്റെ അടുത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരിക. ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ, ദുർമന്ത്രവാദത്തിന് വേണ്ടി 2 സ്ത്രീകളെ കൊന്ന് മാംസം വേവിച്ച് തിന്ന നരഭോജികളും കേരളത്തിലുണ്ട്. ഈ ജാഗ്രത കുറവിനെയാണ് EMS എന്നും. EMSന്റെ ഉടനീളം ഞാൻ പറഞ്ഞ സാംബശിവനെ കുറിച്ച് പറഞ്ഞില്ല. സാംബശിവന്റെ 25ാം വാർഷികത്തിൽ സാംബശിവൻ ചെയ്ത സേവനങ്ങളെ കുറിച്ച് EMS അക്കമിട്ട് നിരത്തി പറഞ്ഞു. ലോക സാഹിത്യത്തെ ജനങ്ങളെ പരിചയപ്പെടുത്തിയത് ഈ സാംബശിവനാണ്. ഒഥല്ലോ, ഗോസ്റ്റ്, അന്നക്കരനീന, യുദ്ധവും സമാധാനവും, ബ്രദേഴ്സ് കരമസവും, ലോകപ്രശസ്തങ്ങളായ കൃതികൾ, നെല്ലിന്റെ ഗീതം. ഇപ്പൊ ഞാനിത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ അന്ന് ഞാൻ 10 വയസ്സുള്ളപ്പോൾ എന്റെ നാട്ടിൽ ഒഥല്ലോ വന്ന് പറഞ്ഞു സാംബശിവൻ. അപ്പൊ അന്ന് ഈ ഒഥല്ലോ എന്താണെന്ന് അറിയാത്ത നാട്ടുപുറത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്. ഇപ്പോഴും എന്റെ നാട്, ഞാനും നന്ദേട്ടനെ കുറിച്ച് സ്ഥലത്താണ് താമസിക്കുന്നത്. വലിയ വിദ്യാസമ്പന്നം എന്നുള്ള നാടല്ല. അവിടെ ചായപ്പിടിയിൽ പിറ്റേ ദിവസം ഈ പത്രം വായിച്ച് ചർച്ച നടക്കും. അവിടെ വെച്ചാണ് ഞാൻ ഈ ബൂർഷ എന്നുള്ള വാക്കൊക്കെ ആദ്യം കേട്ടത്. വീടി തെറുപ്പുകാരൻ മൊയ്തുണ്ണിക്ക പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ബൂർഷ എന്നുള്ള വാക്ക് കേട്ടത്. ബൂർഷയെ പേടിക്കേണ്ടടോ, പെറ്റി ബൂർഷയാണ് പേടിക്കേണ്ടതെന്ന് മൊയ്തുണ്ണിക്ക പറഞ്ഞതിരിക്കപ്പോൾ ഓർമ്മയുണ്ട്. അവിടെ പൊന്നംകുട്ടിയേട്ടൻ എന്ന് പറഞ്ഞ അടക്ക കച്ചവടക്കാരൻ പറയാണ്, എടോ ബാവേ, ഈ റൊട്രിഗോ ഭയങ്കര കുഴപ്പക്കാരനാടോ. അപ്പൊ ബാവൊക്കെ പറഞ്ഞു, റൊട്രിഗോ അല്ല കുഴപ്പക്കാരൻ പൊന്നംകുട്ടിയേട്ട, ഈയാഗോ ആണ് സകല കുഴപ്പത്തിനും കാരണം. 2 പേർക്കും വിദ്യാഭ്യാസമല്ല, അടക്ക കച്ചവടക്കാരനും വെറ്റ കച്ചവടക്കാരനാണ്. അപ്പൊ വേറൊരാൾ പറയാണ്, അതെ, ഈ സാമ്പൻ ഈ കഥയൊക്കെ എഴുതി കൊടുക്കുന്നത് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ കാലത്ത് വിചാരിച്ചിരുന്നത് ഷേക്സ്പിയർ എന്ന് പറഞ്ഞ സാംബശിവന് കഥാപ്രസംഗം എഴുതി കൊടുക്കുന്ന ആളാണെന്നാണ്. കാരണം അത്രമേൽ സാംബശിവനാണ് അത് EMS ആണ് ആദ്യം പറയുന്നത്. ഈ ലോക സാഹിത്യ കൃതികളെ 25ാം വാർഷികത്തിലെ ആ പ്രസംഗപ്പുണ്ടോന്നറിയില്ല, സാംബശിവന്റെ സംഭാവന. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒഥല്ലോ വായിച്ചവരല്ലേ, സാംബശിവന്റെ കഥാപ്രസംഗം കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട് തൃക്കുളം കൃഷ്ണൻകുട്ടി എന്നൊരു കഥകൻ, നിങ്ങളോട് ആദരിച്ചല്ലോ ഒന്നില്ലേ. ഈ അർദ്ധരാത്രികൾ ലയനം വരെ എന്നുള്ള കഥാപ്രസംഗം കൊണ്ട് അദ്ദേഹം ഒരു കാലത്ത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് വേദികളെ ഇളക്കി മറിച്ചിരുന്ന കാലം ഓർമ്മയുണ്ട്. കാതികന്മാർ ചെറിയ പണിയല്ല ചെയ്തതെന്ന് പറയാണ്. ഇപ്പൊ സാംബശിവന്റെ ഒഥല്ലോയുടെ പ്രശ്നം ഡെസ്ഡമനയെ ഒഥല്ലോയ്ക്ക് സംശയമാണെന്നുള്ളത് അതിന്റെ കേന്ദ്ര പ്രമേയമാണ്. സാംബശിവൻ കഥ പറയുമ്പോൾ ആദ്യം തന്നെ ഒരു പ്രണയഗാനമുണ്ട്. പ്രണയപരവശനായിട്ട് ഒഥല്ലോ ഡെസ്ഡമനയോട് പാടുന്നൊരു പാട്ടുണ്ട്. അപ്സരസാണെന്റെ ഡെസ്ഡമൻ ഹൃദയമായി. അവിടെ നിർത്തും സാംബശിവൻ. എന്നിട്ട് പറയും, പങ്കയാക്ഷിയുടെ ഭർത്താവിന് പങ്കയാക്ഷിയോട് വലിയ പ്രേമം വരുമ്പോ പങ്കയാക്ഷിയെ എന്ന് നീട്ടി വിളിക്കാതെ പങ്കയെ എന്ന് വിളിക്കത്തില്ലയോ, അതുപോലെ അപ്സരസാണെന്റെ ഡെസ്ഡമൻ ഹൃദയമായി പാടുമാടും സുഹൃത് സമ്മേളനങ്ങളിൽ സൽസ്വഭാവത്തിൻ്റെ ദേവതയാണവൾ, സംശയിക്കില്ലൊരു കാലത്തും നിന്നെ ഞാൻ. ഒരു ഭാര്യ ഭർത്താവിനോട് നിന്നെ ഞാൻ ഒരു കാലത്തും സംശയിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ പണ്ടും സംശയിച്ചിരുന്നു, ഇപ്പോഴും സംശയിക്കുന്നുണ്ട്, നാളെയും സംശയിക്കുമെന്നാണെന്ന് ഏത് ഭാര്യയ്ക്ക് മനസ്സിലാവും. ഇപ്പൊ ഒഥല്ലോയുടെ മർമ്മം സാധാരണക്കാർക്ക് വേണ്ടി കൃത്യമായി പൊളിച്ചു കൊടുത്ത ഇത്തരം കാഥികർ, KPSC പോലുള്ള നാടക പ്രസ്ഥാനങ്ങൾ,
കാളിദാസ കലാകേന്ദ്രം പോലുള്ള നാടക പ്രസ്ഥാനങ്ങൾ, എണ്ണമറ്റ സാമൂഹ്യ സാംസ്കാരിക ക്ലബ്ബുകൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, എണ്ണമറ്റ ഗ്രന്ഥശാലകൾ, കേരള ലൈബ്രറി കൗൺസിൽ എന്ന്, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിന്ന് അറിയപ്പെടുന്ന 46-ൽ സാക്ഷാൽ PN പണിക്കർ അമ്പലപ്പുഴയിലും 37-ൽ ദാമോദരൻ മലബാറിലും ആരംഭിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനം, ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിലൂടെ മതനിരപേക്ഷമായ ഒരു കേരളം ഉണ്ടാകുന്നതിന് നിത്യം കാവലായി നിന്ന രാഷ്ട്രീയ നായകനായിരുന്നു അദ്ദേഹം. എല്ലാം വായിച്ചിരുന്നു, എല്ലാം കണ്ടിരുന്നു. എവിടെയൊക്കെ സാമൂഹ്യ വിരുദ്ധമായ ചലനങ്ങൾ ഉണ്ടാകുന്നു, ഒരുപക്ഷെ യാഗം, തിരുവനന്തപുരത്തെ യാഗം, സോമയാഗത്തിനെതിരെ ആദ്യത്തെ ലേഖനം EMS നമ്പൂതിരിപ്പാടാണ് എഴുതിയത്. ഒരു യാഗം എന്ത് അപകടകരമായ അവസ്ഥയിലേക്കാണ് പറയുമ്പോൾ EMSന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ അക്കിത്തമായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ. അക്കിത്തത്തിനോട് ബഹുമാനക്കുറവുണ്ടല്ല. ഈ യാഗം ഉണ്ടാക്കാൻ പോകുന്നത് പുനരുത്ഥാന രാഷ്ട്രീയം എന്നാണ്. നവോത്ഥാനത്തിന് പകരം പുനരുത്ഥാനം. അതാണ് ഇപ്പോൾ ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. നമ്മെ ഹിന്ദുവാക്കി, മുസൽമാനാക്കി, ക്രിസ്ത്യാനിയാക്കി, നമ്മെ കണ്ടാലറിയാതാക്കി, ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളാക്കി മനുഷ്യൻ തെരുവിൽ മരിക്കുകയും മതങ്ങൾ ചിരിക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയിലേക്ക് ആധുനിക കേരളത്തെ കൂടി തള്ളിവിടാൻ വേണ്ടിയാണ് പുനരുത്ഥാനവാദികൾ ക്ഷേത്രങ്ങളും വിശ്വാസ കേന്ദ്രങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അവരുടെ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നത്. പുനരുത്ഥാനവാദികൾ അവരുടെ സാംസ്കാരിക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. പതുക്കെ പതുക്കെ സാംക്രമിക രോഗം പോലെ നമ്മിലേക്കും പടരുന്നുണ്ട്. അത് പടരാതിരിക്കലും മനുഷ്യപക്ഷ രാഷ്ട്രീയം എന്നത് മതനിരപേക്ഷമാണ്. മതങ്ങളെ വേണ്ടെന്ന് വെക്കേണ്ടതില്ല, മതത്തെ ഉപേക്ഷിക്കേണ്ടതുമില്ല, മതങ്ങളെ ഉപേക്ഷിക്കാനും സാധ്യമല്ല. പക്ഷെ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന മനുഷ്യവിമോചനത്തിന്റെ ആശയങ്ങളെ നമ്മൾ ഏറ്റെടുക്കണം. ഒരുപക്ഷെ 39-ൽ ബീഡിതെറുപ്പ് തൊഴിലാളികളുടെ സമരം പൊന്നാനിയിൽ നടന്നപ്പോൾ അന്ന് ആബാലവൃദ്ധം മുസ്ലിം സമൂഹം ആ സമരത്തിൽ പങ്കുചേർന്നു. നല്ല നമ്പൂതിരിയായ പ്രേംജി അന്ന് പാടി നടന്നത് ഒരു പക്ഷെ ഇന്ന് ഓർമ്മയുണ്ടോ പലർക്കും അറിയില്ല. വേലവിയർപ്പുകൾ വറ്റും മുമ്പേ കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തു, കൊലകൾ എതിർക്കും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല നമ്പൂതിരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ തെറ്റുകൂടാതെ പറയുന്നത് കേട്ടത് കൊണ്ട് മാത്രമല്ല, ജലീൽ ഭായിക്കൊക്കെ അറിയാം, അത് വേല ചെയ്ത് വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഹദീസ. അതൊരു കമ്മ്യൂണിസ്റ്റ് പക്ഷ നിലപാടാണ്. അത് നബി പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. യേശുക്രിസ്തു മോസ്കോയിൽ എന്ന് പറഞ്ഞിട്ട് ദാമോദരന്റെ പ്രമാദമായ ഒരു ലഘുലേഖയുണ്ട്. യേശുക്രിസ്തു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അതിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിന്ദിതരെ, നിരാശ്രയരെ, പട്ടിണി കിടക്കുന്നവരെ നിങ്ങൾ കൂടെ വരൂ എന്ന് പറഞ്ഞ ആദ്യത്തെ വിപ്ലവകാരിയാണ് യേശുദേവൻ എന്ന് പറഞ്ഞത് ദാമോദരൻ എന്ന കമ്മ്യൂണിസ്റ്റാണ്. അപ്പൊ ഈ മതങ്ങളിലുള്ള മനുഷ്യവിമോചനപരമായ ആശയങ്ങളെ മനുഷ്യരുടെ കൂടെ നിർത്തേണ്ടത് ആണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉത്തരം. അല്ല, മതങ്ങളെ തള്ളിക്കളയാനൊന്നും കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞ മാർക്സ് തന്നെ ആശ്രയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ മതം അഭയമായി തീരും എന്നും പറഞ്ഞിട്ടുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് നായന്മാർക്ക് അടിക്കാൻ അവകാശമില്ലാത്തൊരു മണിയുണ്ടായിരുന്നു അവിടെ. നിങ്ങൾക്ക് കേട്ടറിവുണ്ടാവും. നായന്മാർ മണി അടിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നായന്മാർ തന്നെയാണ് കാവലും നിന്നിരുന്നത്. അതാണ് ആത്മാവിന്റെ അടിമത്വം. അവിടെയാണ് കൃഷ്ണപിള്ള എന്ന നായർ പോയിട്ട് ആ മണി അടിച്ചത്. ആ മണി അടിച്ചപ്പോൾ കൃഷ്ണപിള്ളയെ അടിച്ചു വീഴ്ത്തി അനവധി നായന്മാർ പുറത്ത് വൈക്കോക്കുണ്ടയെ തല്ലുന്നത് പോലെ തല്ലിയപ്പോൾ അന്ന് കൃഷ്ണപിള്ള പറയാനിട വന്ന അൺപാർലമെന്ററിയായ ഒരു വാചകം നിങ്ങൾക്ക് അറിയുണ്ടാവും. ഉശിരുള്ള നായര് മണിയടിക്കും, ഇലനക്കി നായർ അവന്റെ പുറത്തടിക്കും. അന്ന് ഈ കൃഷ്ണപിള്ള മണിയടിച്ചത് കൃഷ്ണപിള്ളയ്ക്ക് അമ്പലത്തിൽ കയറാനല്ല, അമ്പലത്തിൽ കയറാൻ അധികാരവും അവകാശവുമുള്ള മനുഷ്യരെ തടഞ്ഞു നിർത്തുന്ന സാമൂഹ്യ അനീതിക്കെതിരെ ശബ്ദിക്കാൻ അന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉണ്ടായിട്ടുള്ളത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കേണ്ട കാര്യം. EMS അതിനെ നിഷേധിച്ച ഒരാളല്ല. EMS മതത്തിനെ അല്ല നിഷേധിച്ചത്, മതത്തിന്റെ സാമൂഹ്യ വിരുദ്ധതയാണ്. EMS മതത്തെ നിഷേധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ഞാൻ വേദം മുഴുവൻ ഉരുക്കഴിച്ച് പഠിച്ചതാണ്, ഒരു പ്രയോജനവും എനിക്കതുകൊണ്ട് ഉണ്ടായില്ല, വേദം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ, പുതിയ തേങ്ങ പോലെയാണ് അത് കിട്ടിയത്. പക്ഷെ അത് ഇതൊക്കെ മനസ്സിലാക്കിയത് EMSന്റെ മാത്രം കാലം. ഈ കാലത്ത് നമുക്ക് ഈ ജാഗ്രത പാലിക്കണം. കാരണം നമ്മൾ വീട്ടി തൊട്ട് കേട്ടി വരെ എന്ന് ഞങ്ങൾ ആലങ്കാരികമായിട്ട് പറയും. വീട്ടി നമ്പൂതിരി സ്ത്രീകളെ മോചിപ്പിച്ചുവെങ്കിൽ കേട്ടി മുസ്ലിം സ്ത്രീകളെ കൈലുകൾ പിടിക്കണ കൈകളുണ്ടുയരണ കൈകളിൽ കിലുങ്ങണ വളകളൊച്ച കൂട്ടണ്. ഇത് അന്ന് കേട്ടി എഴുതിയതാണ്. സ്ത്രീകൾ കൈലുകൾ പിടിക്കുന്ന കൈകൾ
കൈകൾ പുറത്തേക്ക് കലാപം കൂട്ടി ഇറങ്ങുകയാണെന്ന് മുസ്ലിം സമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് ഈ മലപ്പുറം ജില്ലയിലാണ് 40കളിൽ EK അയമുവിന്റെ ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കുക എന്ന നാടകം ഉണ്ടായത്. അതിലാണ് നിലമ്പൂർ ആയിഷത്ത് ആദ്യം അഭിനയിച്ചത്. വെടിയുണ്ടകൾക്കിടയിൽ നിന്നുകൊണ്ടാണ്. വെടിയേറ്റ് എയർഗൺ കൊണ്ട് വെടിയേറ്റ് ചോര വാർന്നൊലിച്ചു വരെ ആയിഷത്ത് അഭിനയിച്ചു. ആയിഷത്ത് എപ്പോഴും നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട്, നമ്മുടെ വേദികളിലൊക്കെ ധാരാളം വരുന്ന ഒരാളാണ്. അന്ന് ഡോക്ടർ ഉസ്മാൻ, നിലമ്പൂർ ബാലൻ, KT മുഹമ്മദ് അന്ന് മലപ്പുറത്തുകാരനാണ്, മലപ്പുറത്തുണ്ടാക്കാലത്ത് EK അയമു, KG ഉണ്ണിൻ അവർ എഴുതിയ നാടകം ഇജ്ജ് നല്ല മനുഷ്യനാകാൻ നോക്കുക എന്നാണ് പറഞ്ഞത്. അതിൽ KG ഉണ്ണിൻ എഴുതിയ നാടകത്തിലൊരു പാട്ട്, അതിപ്രശസ്തമായ ഒരു പാട്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അല്ല പടച്ചൊരു ഭൂമി ഇതിന്നൊരു കൂട്ടരു കുത്തകയാക്കി നിറുത്തി അതിനുടയതിരും നിലയുമെ ഇതുവരെ കണ്ടിടുകാതെ ജന്മി അകലയിരുന്നിട്ടതിൽ വിളയുന്നത് തിന്നുകയാണേ റബ്ബേ തിന്നുകയാണേ. കേട്ടാലൊരു മാപ്പിളപ്പാട്ടാണ്. അതൊരു പ്രത്യയശാസ്ത്രമാണ്. അള്ള പടച്ചൊരു ഭൂമി ഒരു കൂട്ടര് കുത്തകയാക്കി വെച്ച് അതിന്റെ അതിർത്തിയും നിലയും അറിയാതെ ജന്മി അകലെ ഇരുന്നിട്ട് അതിൽ വിളയുന്നത് തിന്നുകയാണ്. ഈ ചൂഷണം അവസാനിപ്പിക്കാൻ റബ്ബേ നീയും ഞങ്ങളുടെ കൂടെ സമരത്തിന് വരണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന ഒരു സമരഗാനമാണ് 40കളിൽ KG ഉണ്ണിൻ എഴുതുന്നത്. അതേ കാലത്ത് എന്റെ പ്രദേശത്ത് എടപ്പാൾ NP പോക്കർ എഴുതിയൊരു പാട്ട്, ഈ കാണും സങ്കടം തീർന്നിടുമോ മക്കളെ പോറ്റാൻ കഴിഞ്ഞിടുമോ, ഈ കാണും സങ്കടം തീർന്നിടുമോ മക്കളെ പോറ്റാൻ കഴിഞ്ഞിടുമോ. അന്ന് ഏത് കാലത്താ മക്കളെ പോറ്റാൻ കഴിയുമോ എന്ന് സങ്കടം പുലർത്തിയിരുന്ന ഇബ്ലീസിന്റെ മക്കൾ എന്ന നാടകം, അത് AA മലയാളി, ആലുക്കൽ അവറാൻ AA മലയാളിയുടെ ഇബ്ലീസിന്റെ മക്കൾ എന്ന നാടകം. ഞാൻ മലബാറിലെ നാടകത്തിലെ പാട്ടുകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക. ഇപ്പൊ ഞാനും നന്ദേട്ടനും കൂടി ഇപ്പൊ കഷ്ടപ്പെട്ട് പൊൻകുന്നം ദാമോദരന്റെ 4 പാട്ട് ശേഖരിച്ചു. പൊൻകുന്നം ദാമോദരൻ ചെറുകാടിന്റെ നമ്മളൊന്നിനു വേണ്ടി എഴുതിയ പാട്ടുകൾ നമ്മുടെ കയ്യിലല്ലേ. ഇരുനാഴി മണ്ണിനായി അലയുന്ന കർഷകർ ഇരുകാലി മാടുകളായിരുന്നു, ഒരു തുണ്ടം മണ്ണിനായ അലസനാം ജന്മിക്കവർ തല പോലും കൈകെട്ടി കാഴ്ചവെച്ചു, അത് മാറി കാറ്റിന്റെ ഗതി മാറി തല കൊയ്യുന്ന അരിവാളായി അമ്പിളി മാറി എന്നൊക്കെ ആ കാലത്താണ് ദാമോദരൻ എഴുതുന്നത്. പച്ചപ്പനന്തത്തെ, പുന്നാരപ്പൂമുത്തെ, പുന്നലിൻ പൂൻകതിര് 4 പാട്ട് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. KG സത്താർബായുടെ ഒരു പാട്ട് അടുത്ത കാലത്ത് അത് റെക്കോർഡുണ്ട്. KPSCയുടെ പാട്ടുകൾ മാത്രമേ റെക്കോർഡുള്ളൂ. മലബാറിലുള്ള എണ്ണമറ്റ നാടകങ്ങൾ കേന്ദ്ര കലാസമിതി, പൊന്നാനി കേന്ദ്ര കലാസമിതി, വള്ളുവനാട് കേന്ദ്ര കലാസമിതി, കോഴിക്കോട് കേന്ദ്ര കലാസമിതി, മലബാർ കേന്ദ്ര കലാസമിതി അവതരിപ്പിച്ച എണ്ണമറ്റ നാടകങ്ങളുടെ ഒന്നും പാട്ട് നമ്മുടെ കയ്യിലില്ല. അതിലൊരു പാട്ട്, കണ്ണിന്റെ കടമിഴിയാലെ കിന്നാരം പറയണ പെണ്ണെ ഇന്നെന്റെ നിൻമിഴിക്കൊരു നിറമാറ്റം പൊന്നെ പെണ്ണെ കണ്ണിന്റെ കടം. ആ പാട്ട് ഓർമ്മയുണ്ടോ? പണ്ട് KG സത്താർബായി പാടിയതാണ്. ഈയിടെ അങ്ങനെ കുറെ അന്വേഷിച്ചപ്പോൾ യേശുദാസ് പാടിയതുകൊണ്ട് മാത്രം റെക്കോർഡ് ചെയ്യപ്പെട്ടൊരു പാട്ടുണ്ട്. നാടകത്തിന്റെ പാട്ടാണ്. ആ പാട്ട് നിങ്ങൾ കേട്ട് കാണും. അതൊരു കോട്ടയം ജോയ് സംഗീത സംവിധാനം നിർവഹിച്ചാണ്. ഒരു വാസുദേവൻ എന്ന സാധാരണ തൊഴിലാളി, നാട്ടുംപുറത്ത് നാടകത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വളരെ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വാസുദേവൻ എന്ന തൊഴിലാളി പ്രവർത്തനം എഴുതിയ പാട്ടാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസം വരില്ല. കരിവളയിട്ട കയ്യിൽ കുടമുല്ല പൂക്കളുമായി കരിമിഴിയാളെ നീ വരുമോ, കരിമിഴിയാളെ നീ വരുമോ. ഇങ്ങനെ മലബാറിൽ മാപ്പിളപ്പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കുറത്തിപ്പാട്ടുകൾ, പുള്ളുവപ്പാട്ടുകൾ, മനുഷ്യർ പാടാത്ത ജാതിപ്പാട്ടുകളെയും മതപ്പാട്ടുകളെയും സമന്വയിപ്പിച്ച് മനുഷ്യപ്പാട്ടുകൾ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റമാണ് പരിഷ്കൃത നാടുകൾ പല നൂറ്റാണ്ടുകൾ കൊണ്ട് പിന്നിട്ട മാനവികതയുടെ ദൂരം ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് പിന്നിടാൻ മലയാളിയെ സഹായിച്ചു. ചുരുങ്ങിയ പക്ഷം നമ്മൾ 925 തൊട്ട് 2025 വരെയുള്ള കാലം, അത് EMS യുവാവായി ജാഗ്രതയോടുകൂടി ഇരുന്ന കാലമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചയാളാണ്, ഇതൊക്കെ നിരീക്ഷിച്ചയാളാണ്, അതിനെയൊക്കെ വർഗപക്ഷത്തേക്ക് വലിച്ചടുപ്പിക്കാൻ ശ്രദ്ധിച്ച ഒരാളാണ്. അക്കാലത്തെ എല്ലാ കലാകാരന്മാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. PJ ആന്റണിയുടെ ഇൻക്ലാബിന്റെ മക്കൾ പോലുള്ള നാടകമൊക്കെ ഉണ്ടാക്കിയ വിപ്ലവം ചെറുതല്ല. SL സദാനന്ദന്റെ, തോപ്പിൽ ഭാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഉണ്ടാക്കിയ വിപ്ലവത്തെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. അന്ന് ONV അതിനു വേണ്ടി എഴുതിയൊരു പാട്ട് കുറത്തി വൃത്തത്തിലാണ്, പലയിടത്തും പാടാറുള്ളതാണ്. ശ്രീഭുവനം നാടുതോറും നാടു നല്ല ദേശം കന്നിമുന്നം ആ ഇണത്തിലാണ് പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയും നോളെ
ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ഈ ജാതിപ്പാട്ടിനെ പൊന്നരിവാളം പിള്ളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ എന്നാക്കുന്നു. പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനാണെന്ന് പ്രഖ്യാപിക്കുന്നു. നാളെയുടെ കാവൽക്കാരനാണ് എഴുത്തുകാരൻ, കലാകാരൻ, കവി. അന്നന്നത്തെ കൂലിക്ക് വേണ്ടി, അവാർഡിനു വേണ്ടി നീട്ടപ്പെടുന്ന മുതലാളിത്തം വെച്ചു നീട്ടിത്തരുന്ന ഔദാര്യങ്ങൾക്ക് വേണ്ടി കലയെ, സാഹിത്യത്തെ വിൽക്കുന്നവനല്ല മനുഷ്യപക്ഷ കലാകാരൻ എന്ന ബോധം ആവർത്തിച്ച് കേരളത്തിലെ സാംസ്കാരിക രംഗങ്ങളിൽ ഉറപ്പിച്ചവരിൽ എം.എസും കേദാമോദരനും അച്യുതമേനോനും ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജാഗ്രതയായിരുന്നു, ആ കമ്മ്യൂണിസ്റ്റ് ജാഗ്രതയാണ് ഇന്നിപ്പോൾ തരം കിട്ടിയാൽ, പുനരുത്ഥാനത്തിന് വാഴ്ത്തുപാടിയാൽ എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമോ എന്ന് കാവലിരിക്കുന്ന ആളുകളായി. വാഴ്ത്തുപാടിയാൽ കിട്ടും കേട്ടോ, വെറുതെ ഒന്നും വേണം. നിങ്ങൾ ഈ പത്മശ്രീ ഒക്കെ കിട്ടുന്ന ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. വെറുതെ വാഴ്ത്തുപാടിയാൽ ഒരു സാഹിത്യത്തിന്റെ പശ്ചാത്തലം വേണ്ട. ആരോടും എനിക്ക് വിരോധമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ദൈവം സഹായിച്ച് നമ്മളെപ്പോലുള്ള ആളുകളൊന്നും അതിന് പോയിട്ടില്ല, പോകുകയില്ല. കാരണം പോകാതിരിക്കാൻ കാരണം എം.എസിനെ പോലുള്ള ആളുകൾ അന്ന് പഠിപ്പിച്ച ജീവിത ജാഗ്രതയാണ്. മരിച്ചാലും, ഞാനേതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്തുള്ള ആളല്ല, നിങ്ങൾക്കറിയാം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എനിക്ക് അംഗത്വമില്ല. പക്ഷെ എൻ്റെ ഹൃദയം ഉള്ളത് ഇടതുവശത്ത് തന്നെയാണ്. ഇത് വലത്തോട്ട് മാറാത്തത് വരെ ഞാൻ ഇടതുപക്ഷത്ത് തന്നെ ആയിരിക്കും. അതിൽ ആര് തോറ്റാൽ, ഒരുപക്ഷെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ആ ചുവന്ന കൊടി താഴെ വെച്ചാൽ അതെടുത്ത് പൊന്തിക്കാൻ ആയുസ്സുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ് ജയൻ സഖാവ് എന്നെ വിളിച്ചപ്പോൾ, ഇന്ന് തുഞ്ചംപറമ്പിലാണ് എനിക്ക് പ്രവൃത്തി, ഞാനും നന്നായിട്ട് അവിടെ ഉണ്ടാവേണ്ടതാ. പ്രസംഗിച്ച് നിങ്ങളെ ബോധവൽക്കരിക്കാനൊന്നുമില്ല, നിങ്ങളെ ബോധവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബോധവും നല്ല ചിന്തയുമുള്ള കേരളത്തിലെ, നമ്മുടെ പ്രദേശത്തെ ഏറ്റവും ക്രീമായ മനുഷ്യർ, ഇവരൊക്കെ എനിക്കറിയാം. ഞാൻ പല നാട്ടിലും ഗ്രാമീണ പ്രദേശങ്ങളിൽ കലാസമിതിയുടെ വാർഷികത്തിന് പ്രസംഗിക്കാൻ വരുന്നതാണ്. എൻ്റെ ഈ പ്രസംഗം പല രീതിയിലും കേട്ട് കാണും. ഇപ്പൊ പ്രസംഗിച്ചാൽ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ യൂട്യൂബുകാർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരിടത്ത് പ്രസംഗിച്ച് പിറ്റേടത്ത് പ്രസംഗിച്ചാൽ ഇതെല്ലോടോ യൂട്യൂബിൽ കേട്ടതെന്ന് ചോദിക്കും. എന്നിട്ട് പ്രസംഗകർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. പക്ഷെ വേണ്ടാത്തത് പറയാൻ പറ്റില്ലല്ലോ. ഇതൊരു പ്രധാനപ്പെട്ട ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഇന്നലെ കഴിഞ്ഞത് 3000 കൊല്ലം പഴക്കമുള്ള ഓർമ്മകളല്ല നമുക്ക് ആവശ്യം. 3000 4000 കൊല്ലം മുമ്പ് ജനിച്ചുവോ മരിച്ചുവോ എന്ന് നിശ്ചയമില്ലാത്ത ഒരാളുടെ, ഒരു പുരാണ പുരുഷന്റെ ജന്മഭൂമി ഓർത്തെടുത്തിട്ട് പുതിയ സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പുനരുത്ഥാനവാദികൾക്ക് പ്രയോജനമുണ്ടാവും. നമുക്ക് സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ ചാർത്തിയ ഒരു കാലത്തിന്റെ KPSCയുടെ പാട്ടുകളെ കുറിച്ച് തന്നെ ഒരു ഗവേഷണം ആവശ്യമാണ്. ഞാൻ ഈടെയാണ് ചിലതൊക്കെ കണ്ടുപിടിച്ചത്. തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ തക തെയ്യക്കൻ തിന്തക്കൻ തെയ്യാരോ, തിന്തക്കൻ തെയ്യക്കൻ തെയ്യക്കൻ തിന്തക്കൻ തിന്തക്കൻ തെയ്യക്കൻ തെയ്യാരോ എന്നൊരു കർഷക മെതിപ്പാട്ടാണ്. ചെപ്പ് കില്ലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പ് തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണയ്യ നല്ല കുന്നിക്കുരുമണി പൊന്മാല. ആ കാലത്താണ് അധ്വാന പാട്ടുകൾ, തൊഴിലാളി പാട്ടുകൾ ജനകീയ ഗാനങ്ങളായിട്ട് വന്നത്. എത്രയോ പാട്ടുകൾ. ഇല്ലിമുള്ളം കാടുകളിൽ ലല്ലലല്ലം പാടി വരും തെന്നലേ തെന്നലേ, അല്ലിമലർ കാവുകളിൽ വല്ലികളിലൂയലാടും തെന്നൽ. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ അതൊക്കെ ഏതെങ്കിലും നാട്ടുപാട്ടുകളാണ്. കർഷക തൊഴിലാളികൾ, സാധാരണ തൊഴിലാളികൾ ജീവിതത്തിൽ പാടിയിരുന്ന പാട്ടുകളെ ജനകീയ ഗാനങ്ങളാക്കുക എന്ന വലിയ ജനകീയ സാംസ്കാരിക പ്രവർത്തനം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കുന്നില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ നമുക്ക് സമയമില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഈയിടെ ഞാൻ അത്ഭുതകരമായി കണ്ടൊരു കാര്യം, ഒരു പുതിയ കുട്ടി ഒരു ബാൻഡിൽ പാടിയത് KPSC സുലോചനയുടെ പാട്ടാണ്. അത് കോടിക്കണക്കിന് ആളുകളാണ് കേട്ടിരിക്കുന്നത്. സുലോചന പാടിയ പാട്ടാണെങ്കിലും പുതിയ ബാൻഡിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. ഈ വെള്ളാരം കുന്നിലെ അടിച്ചു നോക്കിയാൽ നിങ്ങൾ സുലോചനയുടെ പാട്ടല്ല, ഏറ്റവും പുതിയ ജനറേഷനിലെ ഇപ്പൊ ഇതാണ് ആൽഫ ബീറ്റ തലമുറയിലൊക്കെ പെട്ട കുട്ടികൾ ആ പാട്ടുകൾ പാടുന്നുണ്ട്. അവരതിനൊന്നും ഉപേക്ഷിച്ചിട്ടില്ല. നമ്മളാണ് അതിനൊക്കെ ഉപേക്ഷിച്ചത്. നമുക്കിപ്പോ ആ പാട്ടൊന്നും കേൾക്കാൻ നേരമില്ലല്ലേ. നമ്മുടെ കുട്ടികൾക്ക് ഈ ചരിത്രം, അത് ആ പാട്ടുകൾ അതുപോലെ വരാനല്ല, ചരിത്രത്തിന് പിന്നോട്ട് നടക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞൊരു നൂറ്റാണ്ടിൽ നമ്മൾ സംഭരിച്ച മനുഷ്യോർജം കൊണ്ട് അല്ലാതാക്കാൻ വേണ്ടി പുനരുത്ഥാന ശക്തികൾ, ഫാഷിസ്റ്റ് ശക്തികൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന കാലത്ത് ഈ ഓർമ്മകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോരാടും. നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന്. ഈ പരിച നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ തോറ്റ ജനതയല്ല. അനേകം മനുഷ്യർ ചോര നീരാക്കി
പോരാടിയിട്ടാണ് ഒരു മാതൃക കേരളം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കേരളം പ്രളയകാലത്ത് മാതൃകയായത്, അതുകൊണ്ടാണ് കോവിഡ് കാലത്ത് മാതൃകയായത്. ഇന്നും കേരളത്തിൽ അടിസ്ഥാന മനുഷ്യർ പട്ടിണി കിടക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നേരത്തെ തോമസ് ഐസക് സാർ പറഞ്ഞില്ലേ, ഈ മാതൃക കേരളം ഈ കമ്മ്യൂണിസ്റ്റ് ജാഗ്രത കൊണ്ട്, ഇടതുപക്ഷ ജാഗ്രത കൊണ്ടുണ്ടായതാണ്. ആ ജാഗ്രതയുടെ ഏറ്റവും വലിയ കാവലാളെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത്. EMS എന്ന 3 അക്ഷരം മനുഷ്യന്റെ മരണമില്ലാത്ത പോരാട്ടങ്ങളുടെ കാവൽക്കാരന്റെ ശബ്ദമാണ്. മരണം വരെ പഠിക്കുകയും മരണം വരെ പോരാടുകയും ചെയ്തു. അവസാനത്തെ ലേഖനവും ദേശാഭിമാനിക്ക് എഴുതി കൊടുത്ത് മഷി ഉണങ്ങുന്നതിന് മുമ്പ് സ്വച്ഛന്ത മൃത്യുവിനെ പോലെ കണ്ണടച്ച EMS തരുന്ന സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രിയ സഖാക്കളെ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ, കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരംഗണ്ണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരംഗണ്ണ പൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. ഞാൻ സാംസ്കാരിക വേദികളിൽ അവിടെ നിർത്താറാ. ഇവിടെ ധൈര്യമായിട്ട് പറയാം, ആ കൊടി ആരുടെ മുമ്പിലും പണയപ്പെടുത്തേണ്ടതില്ല. അനേകം രക്തസാക്ഷികൾ ചങ്കിലെ ചോര കൊണ്ട് നിറം പകർന്ന